ഇതുപോലുള്ള ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരാതിയുടെ ഭാഗങ്ങൾ അവർ എന്നെ വായിച്ചു കേൾപ്പിച്ചു. തങ്ങൾ സ്വത്ത് സമ്പാദനം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യലുണ്ടായില്ല. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിസ്തീർണം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ പരാതി പറഞ്ഞിരുന്നത് 2016 മുതൽ 21 വരെ, അതായത് തെരഞ്ഞെടുപ്പ് അഫിഡേവിറ്റിൽ 5 വർഷം മുമ്പ്, അത് നമ്മൾ മത്സരിക്കുന്നതിനുള്ള 5 വർഷം മുമ്പുള്ള നമ്മുടെ നികുതി അല്ലെങ്കിൽ ആദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള വരുമാനം ഇത്രയാണ്, എന്നാൽ മാത്യു ആർജിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ വലിപ്പം ഇത്രയാണ് എന്ന് പറഞ്ഞാണ് പരാതി. അപ്പോൾ 2000 മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഞാൻ 2007 മുതൽ നികുതി കൊടുക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ചിട്ടുള്ളതും ഭാര്യയുടെ കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തെ വരുമാനം, ഇതൊക്കെ ചേർത്തിട്ടാണ് മൊത്തമുള്ള വരുമാനം എന്ന് പറയുന്നത്. അത് പക്ഷേ ഇവരുടെ പരാതി പറഞ്ഞിരിക്കുന്ന ഈ 5 വർഷത്തെ വരുമാനം കൊണ്ട് മാത്രം ഞാൻ ഇത്രയും സമ്പാദിച്ചു. അപ്പോൾ ആ പരാതിയിലെ ഗൗരവം അവർക്ക് തോന്നാത്തതുകൊണ്ടായിരിക്കും അവരത് സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായില്ല. ഇങ്ങനെയൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാണ്ട് അങ്ങനൊരു ഒബ്സർവേഷൻ മാത്രം എന്നോട് ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഈ ചിന്നക്കനാലിലെ ഭൂമി പണ്ട് മിച്ചഭൂമി കേസിൽപ്പെട്ടതാണ് ചോദിച്ചിരുന്നു. അതായത് ഇത് മിച്ചഭൂമി കേസിൽ പെട്ട ഭൂമിയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ താങ്കൾ ഇതിൽ ഇടപെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അറിവ്, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് ആധാരം ചെയ്തു തന്നവർ സ്വാഭാവികമായിട്ടും ആധാരത്തിൻ്റെ ഭാഗമായി ഇത് മിച്ചഭൂമിയിലോ ഇത് സർക്കാരിൻ്റെ കേസുകളിലോ അല്ലെങ്കിൽ SCST വിഭാഗത്തിൽ നൽകിയ ഭൂമിയോ അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും നിയമ തടസ്സങ്ങളുള്ള ഭൂമി അല്ല എന്നുള്ള അണ്ടർടേക്കിങ്ങോടുകൂടിയാണ് ആധാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആ ഉത്തമ വിശ്വാസത്തിലാണ് ആധാരം ചെയ്തതെന്ന് പറയുന്നത്. താങ്കൾ ഈ ഇടുക്കിയിലെ പ്രത്യേകിച്ച് ചിന്നക്കനാലിലെ അടക്കം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതാണ്, കോടതിയിലും ഇടപെടുന്നതാണ്. ആ ലാൻഡിൻ്റെ ബേസിക് ടാക്സ് രജിസ്റ്ററിൽ കൃത്യമായിട്ട് ഈ ഭൂമി കരം സ്വീകരിക്കരുതെന്ന് എഴുതിയിരുന്നു. അത് പരിശോധിച്ചില്ല ആ സമയത്ത്? ഇല്ല, ആ ഭൂമിക്ക് അന്ന് കരടച്ച രസീതും ബാക്കി എല്ലാ അനുബന്ധ രേഖകളും ലൈവായിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത്. ഇന്നും ഞങ്ങൾ കരടക്കുന്നുണ്ട്. ഇന്നും ആ ഭൂമിയെ സംബന്ധിച്ച് മറ്റ് ആക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് അത് ബോധ്യപ്പെടുകയും നോർമലി ബയർ ബിവെയർ എന്ന് പറയുമ്പോൾ ഒരു ഭൂമി വാങ്ങാനായി ചെല്ലുന്നയാൾ പരിശോധിക്കേണ്ടതും നോക്കേണ്ടതുമായ എല്ലാ റെക്കോർഡുകളും ഇൻപ്രോപ്പർ ആയിരുന്നതുകൊണ്ടാണ് ആ ഭൂമി വാങ്ങി. ഈ രജിസ്ട്രേഷനിലെ തുകയും അതോടൊപ്പം തന്നെ സത്യവാങ്മൂലത്തിലെ തുകയുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതുമൊക്കെ ഈ ആക്ഷേപത്തിൽ പരാതിയിൽ വന്നതായതുകൊണ്ട് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു അതിങ്ങനെ ആ പ്രോപ്പർട്ടി വാങ്ങിയതും അതിൽ നടത്തിയ ഇമ്പ്രൂവ്മെൻറ്റ്സും നടത്താൻ ഉദ്ദേശിച്ച ഇമ്പ്രൂവ്മെൻറ്റ്സും ചേർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ്റെ ഒരു റഫ് ഫിഗറാണ് ഞാൻ കോളത്തിൽ എഴുതിയത് എന്നും പറഞ്ഞു. CMRലുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ കേസ് അവസാനിക്കുന്നില്ലല്ലോ. ഇനിയും മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും ആരോപണങ്ങളും തെളിവുകളും വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കാര്യപ്പെട്ട ഒരു തെളിവ് വരുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും നോട്ടീസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും സർക്കാർ ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ജനങ്ങളും വിലയിരുത്തുമല്ലോ, പൊതുജനവും കാണുമല്ലോ. പൊതുജനം അങ്ങനെ മണ്ടന്മാരല്ലോ. ഇവരിപ്പോൾ ഇതിൻ്റെ അകത്തിനിപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ നടപടിയുമായി പൂർണ്ണമായി സഹകരിച്ചു. ഇനി ഞാൻ സഹകരിച്ചില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. ഞാൻ 100% അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. നിങ്ങൾ അവരോട് ചോദിക്കണം. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ 100% ആത്മാർത്ഥമായി ഞാൻ അവരുടെ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ദിസ് ഈസ് ദ വാട്ട് ചാർജ് ദേ ഹാവ് മെയ്ഡ് അഗൈൻസ്റ്റ് മീ. ഇതാണ് എനിക്കെതിരെയുള്ള കുറ്റപത്രം. ജനങ്ങൾ വിലയിരുത്തും. അല്ലാണ്ട് നമ്മളങ്ങനെ ഓടിപ്പോകണ്ടോ അങ്ങനെ ഒരാൾപ്പണ്ടോ ഒന്നും കാര്യമില്ല. ലെറ്റ്സ് ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. പക്ഷേ അത് അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാനതിനെ 100% നിയമപരമായി തന്നെ നേരിടും. എനിക്ക് ഭൂമി തന്ന ആളുകൾ ഇട്ടിട്ടുള്ള
വേലിയും അതിരടയാളങ്ങളുമാണ് ഇന്നുമുള്ളത്. ഞാൻ വാങ്ങിയതിന് ശേഷം പ്രത്യേകമായി അത് അളന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ഈ സമയം വരെയും ആ ഭൂമി അളന്നു നോക്കിയിട്ടില്ല. പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ ആധാരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്നറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പരിശോധിച്ചിട്ടില്ല, നിങ്ങൾ പരിശോധിച്ചതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുമെന്ന്. ലാൻഡ് വാങ്ങിയപ്പോൾ അളന്നിട്ടില്ല? ഇല്ല, അളന്നിട്ടില്ല. എന്നെ ഞങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടും അറിയാവുന്ന ആളായിരുന്നു. എനിക്ക് എൻ്റെ സുഹൃത്താണ്, എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. അങ്ങനെ ഒരു അളവിൽ കുറഞ്ഞ ഭൂമി അദ്ദേഹം തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്തത്. ഈ മൊഴി നൽകിയതിനപ്പുറം എന്തെങ്കിലും രേഖകൾ ആവശ്യപ്പെട്ടോ നൽകിയിട്ടുണ്ടോ? ഇല്ല, രേഖകളൊന്നും ആവശ്യപ്പെട്ടില്ല. എന്തെങ്കിലും പരിശോധന വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ബാങ്ക് എൻ്റെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടും പരിശോധന നടന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ബാങ്കുകാർ എന്നോട് സ്വാഭാവികമായിട്ടും ചോദിക്കും, നമ്മുടെ ബാങ്കിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, തടസ്സമുണ്ടോയെന്ന്. ഐ സെഡ് നോ, യു ജസ്റ്റ് പ്രൊവൈഡ് ദം ഓൾ ദ ഡീറ്റെയിൽസ് വാട്ട് ദേ ആസ്ക്. അപ്പോൾ അങ്ങനെ എല്ലാ നിലയ്ക്കും ആഴത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ലെറ്റ് ദം ഗോ ഇൻ ഡീറ്റെയിൽ. എത്രമേൽ അന്വേഷിക്കാൻ പറ്റുമോ അത്രമേൽ അന്വേഷിക്കട്ടെ. കാരണം അപ്പോൾ പിന്നെ അവർക്കും ഒരു ബോധ്യം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലയ്ക്കുള്ള രേഖകളൊന്നും അവരെന്നോട് ചോദിച്ചില്ല, ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു കാര്യം വേണ്ടി വന്നില്ല. ഇനി ഹാജരാകാൻ ആവശ്യമല്ലോ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനിയും വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും വരും. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയും. കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ടോ? എന്താ വിലയിരുത്തുന്നത്? That's up to them. Let's wait and see. വീട്ടിൽ നടത്തിയ പരിശോധനയുടെ ഫോളോ